വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിയമമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമ്മുടെ ഓരോ PSC പരീക്ഷകളുടെയും സിലബസിൽ PSC പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിയമമാണ്. ആ നിയമത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം എന്നാണ്. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാം. ആരാണ് അസംഘടിത തൊഴിലാളി വിഭാഗത്തിൽ പെടുന്നത്, അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ആരെല്ലാമാണ്? ഈ അസംഘടിത തൊഴിലാളി നിയമം നിലവിൽ വന്നത് എന്നാണ്? എന്തിനു വേണ്ടിയിട്ടാണ് അസംഘടിത തൊഴിലാളി നിയമം നിലവിൽ വന്നത്? അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം കാണുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിന്റെ നമ്മുടെ ലക്ഷ്യം. അപ്പൊ അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2008-ലാണ്. അപ്പൊ അവർക്ക് പ്രത്യേക സംഘടനകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അസംഘടിത തൊഴിലാളി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോ അങ്ങനെയൊന്നും ഇല്ലാതെ, സംഘടനകളൊന്നും ഇല്ലാത്ത സാധാരണ രീതിയിലുള്ള തൊഴിലാളികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസംഘടിത തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു നിയമം 2008 നിലവിൽ വന്നു. അപ്പോ അസംഘടിത തൊഴിലാളി എന്ന് പറയുന്ന ആ തൊഴിലാളി വിഭാഗത്തിന്റെ ഡെഫിനിഷനിൽ, നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. വീട്ടുജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ, അതായത് വീട്ടുകളിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകള്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുന്നത്, ഈ ദിവസക്കൂലിക്കൊക്കെ ജോലി ചെയ്യുന്ന, വീടുകളിലൊക്കെ പണി ചെയ്യുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അത്തരം ആൾക്കാര്. അതുപോലെ തന്നെ വീടുകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ബിസിനസ് പോലെ, വലിയ ബിസിനസ് ഒന്നുമല്ല, വളരെ ചെറിയ എമൗണ്ട് ഒക്കെ മുടക്കിയിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികള്. അതുപോലെ തന്നെ അസംഘടിത മേഖലയിൽ തന്നെ കൂലി, അതായത് കൂലി തൊഴിലാളികൾ എന്ന് നമ്മൾ പറയില്ലേ, കൂലിക്ക് അങ്ങനെ വേല ചെയ്യുന്ന, എല്ലാവരും കൂലിക്ക് തന്നെയാ വേല ചെയ്യണേ, പക്ഷെ എടുത്തു പറയും അസംഘടിത മേഖലയിലെ കൂലി തൊഴിലാളികള്. ഇവരൊക്കെ തന്നെ എങ്ങനെയാണ്, ഏതിൽ പെടുന്നതാണ്? ഈ അസംഘടിത തൊഴിലാളി വിഭാഗത്തിൽ പെടുന്നത്. എന്നാൽ കരാർ ജീവനക്കാരൊന്നും അതിൽ പെടില്ല കേട്ടോ. കരാർ ജീവനക്കാരെങ്ങനെയാ? അവർക്ക് എന്തുണ്ടാവും? അവരുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടുവേല ചെയ്യുന്നവരും സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളും അസംഘടിത മേഖലയിലെ കൂലി തൊഴിലാളികളൊക്കെയാണ് ഏതിൽ പെടുന്നത്? അസംഘടിത തൊഴിലാളി എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്? എന്താണ് നിയമം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അടുത്തയിലേക്ക് പോകും. അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ അവർക്ക് പ്രസവ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുക, അവർക്ക് വാർദ്ധക്യകാലത്ത്, ഇവർക്ക് പെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ, അപ്പൊ വാർദ്ധക്യകാലത്ത് സംരക്ഷണം കൊടുക്കുക, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഇവർക്ക് പാർപ്പിട സൗകര്യങ്ങൾ കൊടുക്കുക, വിവിധ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്ന നിയമമാണ് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം. അപ്പൊ നമ്മൾ പറഞ്ഞു, വീട്ടുജോലിക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരും അസംഘടിത മേഖലയിലെ കൂലി തൊഴിലാളികളും അവരുടെ മക്കളുടെ പഠിപ്പ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അവർക്ക് പാർപ്പിട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, അതുപോലെ അവരുടെ ആരോഗ്യമൊക്കെ ഭംഗിയായിട്ടുള്ള രീതിയിൽ പോകണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പ്രസവാനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, വാർദ്ധക്യകാലത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ വാർദ്ധക്യകാലത്ത് അവരുടെ ജീവിത രീതി എന്താണ്, അവർക്ക് സാമൂഹിക സുരക്ഷിതത്വം ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും എന്താണ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. രണ്ടുപേർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമമാണ് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം എന്ന് പറയുന്നത്. നിയമം നിലവിൽ വന്നത് എന്നാന്ന് പറഞ്ഞത് നമ്മള് 2008 പറഞ്ഞു. ഇനി അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. സംഘടിത മേഖലയുണ്ട്. അപ്പൊ അടുത്ത പോയിന്റ് നമ്മൾ പറയുമ്പോൾ സംഘടിത മേഖലയുണ്ട്, അസംഘടിത മേഖലയുണ്ട്. രണ്ട് മേഖലയിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 വേറെ
ഒരു നിയമം കൂടി നിലവിൽ വന്നു. അതിന്റെ പേര് സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്നാണ്. സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്താണ്? സംഘടിത അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിലവിൽ വന്ന നിയമമാണ് എന്ത്? സാമൂഹ്യ സുരക്ഷാ കോഡ് 2020. ഇനി ഇതിൽ ആരൊക്കെ ഉൾപ്പെടുക? സ്വയം തൊഴിൽ ചെയ്യുന്നവര്, വീട്ടുജോലിക്കാര്, ദിവസവേതനക്കാര്, അതിഥി തൊഴിലാളികള് തുടങ്ങിയവരെല്ലാം തന്നെ ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ അർഹരാണ്. ഏത് നിയമത്തിന്റെ? 2020 രൂപീകരിച്ച സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? സ്വയം തൊഴിൽ ചെയ്യുന്നവർ, വീട്ടുജോലിക്കാര്, ദിവസവേതനക്കാര്, അതിഥി തൊഴിലാളികൾ എല്ലാവരും പെടും. ഇനി കൂടാതെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങള്, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങള്, സൗജന്യ ചികിത്സ ആനുകൂല്യങ്ങള്, വാർദ്ധക്യകാലത്തുള്ള സംരക്ഷണം എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നു. ഏത് നിയമത്തിന്റെ? 2020 സാമൂഹിക സുരക്ഷാ കോഡിന്റെ പരിധിയിൽപ്പെടുന്നു. ഏതൊക്കെ? ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കിപ്പം നമ്മളിപ്പോ കാർഡൊക്കെ കൊടുക്കില്ല, ഇൻഷുറൻസ് കാർഡ് പോലെയുള്ള അങ്ങനെ സൗജന്യ ചികിത്സ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷൻ പരിപാടി ഓരോ ബോർഡിലൊക്കെ ഇവരുടേതായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകളൊക്കെ ഉണ്ടാവും. അതിൽ ഇവരെ അംഗമാക്കിയിട്ട് അവർക്ക് എന്ത് കൊടുക്കുകയാണ്? വാർദ്ധക്യകാലത്ത് സഹായം കൊടുക്കുക, വാർദ്ധക്യ സംരക്ഷണം കൊടുക്കുക തുടങ്ങിയവയൊക്കെ പെടും. അപ്പൊ നമ്മൾ പറഞ്ഞത് സംഘടിത മേഖലയെ കുറിച്ചും അസംഘടിത മേഖലയെ കുറിച്ചും പറഞ്ഞു. അതായത് അസംഘടിത മേഖലയെ കുറിച്ച് പറഞ്ഞപ്പോൾ അസംഘടിത മേഖലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യ നിയമം 2008 പറഞ്ഞു. ഈ അസംഘടിത മേഖലയെയും സംഘടിത മേഖലയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 2020 ഒരു നിയമം നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ 2008 നിലവിൽ വന്ന നിയമം അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ നിയമമാണ്. അതിൽ വീട്ടുജോലിക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളും അസംഘടിത മേഖലയിലെ കൂലി തൊഴിലാളികളൊക്കെ പെടും. ഇനി ഇത് കൂടാണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവര്, വീട്ടുജോലിക്കാര്, ദിവസവേതനക്കാര്, അതിഥി തൊഴിലാളികൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന സംഘടിത അസംഘടിത മേഖലകളിലുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. ഇത് എടുത്തു പറയാൻ കാരണം സംഘടിത തൊഴിലാളികളുടെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ആരൊക്കെപ്പെടും, അസംഘടിത തൊഴിലാളികളുടെ നിർവചനത്തിൽ ആരൊക്കെപ്പെടും, അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമം എന്നാ വന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ 100% സാധ്യതയുള്ളതാണ്. ഈ സമയത്ത് ഇത്തരം ഇപ്പൊ ഒരു PSCയുടെ ട്രെൻഡൊക്കെ മാറിയിരിക്കുന്ന സമയത്ത് ആക്ട്സും റൂൾസും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത പരീക്ഷയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ കുട്ടികളെ കുഴക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ PSCയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു റാങ്ക് ഒക്കെ നല്ല രീതിയിലുള്ള റാങ്ക് ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇത്തരം പോയിന്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നോക്കി പോകാൻ വേണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.